ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫോണിലാണെങ്കിലും വിവിധങ്ങളായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കൾ അയക്കുന്നതായിട്ടുള്ള പല മെസ്സേജുകളും നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ കാണാറുണ്ട്. ഉദാഹരണത്തിന് ഞാനിവിടെ എനിക്ക് ഒരു വാട്സാപ്പിലൂടെ കിട്ടിയ അല്ലെങ്കിൽ ഒരു ഇമേജായിട്ട് കിട്ടിയ ഒരു ഫയൽ കോവിഡ് കാലവും പ്രയോജനപ്പെടുത്തി. അതായത് ഇതൊരു ഇമേജാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്സ്റ്റ്, വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടെക്സ്റ്റ് കണ്ടൻറ്റുകൾ അടങ്ങിയ ഇമേജുകൾ, ചിത്രങ്ങളായിട്ട് നമുക്ക് വാട്സാപ്പിൽ ലഭിക്കാറുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ ടെക്സ്റ്റ് കണ്ടൻറ്റുകൾ നമുക്കൊന്ന് മാറ്ററായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും നമുക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ നാം കാണുന്ന ചിത്രത്തിലെ കണ്ടൻറ്റുകൾ നമുക്കൊരു പക്ഷേ ടെക്സ്റ്റായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇത് നോക്കി ഒന്നേന്ന് ടൈപ്പ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിലെ കണ്ടൻറ്റ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രയും സമയമെടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്യൂട്ടോറിയലിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചിത്രത്തിലെ കണ്ടൻറ്റിനെ വളരെ ക്വിക്കായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാതെ ആ ടെക്സ്റ്റിനെ മാത്രം ടെക്സ്റ്റായിട്ട് എടുക്കുന്നത് എങ്ങനെയെന്നാണ് നാം ഇന്ന് ഒരു ട്യൂട്ടോറിയലിലൂടെ മനസ്സിലാക്കുന്നത്. നമുക്കെല്ലാവർക്കും അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നാം ആ ഒരു ടെക്നിക്ക് സാധ്യമാക്കുന്നത്. നമ്മൾ അതിനായി പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം കോപ്പി ടെക്സ്റ്റ് ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞ ആപ്പാണ് അത്. നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് ഓപ്പൺ എന്നേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് കാണും. ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ കാണുന്നത് ആ ആപ്പിൻ്റെ ഇൻ്റർഫേസാണ്. ഇവിടെ നമ്മൾ ഏത് ചിത്രത്തിൽ നിന്നാണ് ടെക്സ്റ്റ് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കേണ്ടത് ആ ചിത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഈ വലതുവശത്തെ ഏറ്റവും അറ്റത്ത് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഐക്കൺ ഉണ്ടാകും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഫയലാണ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പിക്ചർ ഫയലാണ്, ഒരു ഇമേജ് ഫയലാണ്. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിലെ കണ്ടൻറ്റ് ഒരു മലയാളത്തിൻ്റെ കണ്ടൻ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ലാംഗ്വേജ് മലയാളം എന്നാണ് ലാംഗ്വേജ്, അതായത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ഏത് ലാംഗ്വേജിലുള്ളതാണോ അതാണെങ്കിൽ അതിനനുസരിച്ച് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇതൊരു മലയാളത്തിലെ ഒരു കണ്ടൻ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ലാംഗ്വേജ് മലയാളം എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ടിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണും, അത് ടിക്ക് ചെയ്യുന്നു. ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടോപ്പിൽ കാണിക്കും എക്സ്ട്രാക്റ്റിംഗ് ടെക്സ്റ്റ്, പ്ലീസ് വെയിറ്റ് എന്ന് കാണുന്നു. നമ്മൾ അല്പസമയം വെയിറ്റ് ചെയ്യുക. ഇവിടെ എക്സ്ട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഇമേജിൽ നിന്ന് ഈ ടെക്സ്റ്റിനെ മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്ത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ടെക്സ്റ്റിൻ്റെ കണ്ടൻറ്റ് നമുക്കിവിടെ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് നോക്കുക. ഇത് നമുക്ക് വളരെ ടൈപ്പബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി എടുക്കാം. ഈ കോപ്പി എടുക്കുമ്പോൾ ഇത്രയും കണ്ടൻറ്റ് നമുക്ക് കോപ്പി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെവിടെയാണോ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഇതിനെ വാട്സാപ്പിലാണെങ്കിൽ വാട്സാപ്പിൽ, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റർ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മലയാളം പോസ്റ്റർ മേക്കിങ്ങിലാണ് ഇത് കൊണ്ടുപോകേണ്ടതെങ്കിൽ നമുക്ക് അതിലോട്ട് കൊണ്ടുപോകാം. ഏതിലാണോ ഈ ടെക്സ്റ്റ് നമ്മൾ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അത്. ഞാനിവിടെ മലയാളം ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആഡ് ടെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ഞാൻ പേസ്റ്റ് കൊടുക്കുമ്പോൾ ആ കണ്ടൻറ്റ് ഇവിടെ വന്നു. നോക്കുക, നമ്മൾ ഒന്നും ടൈപ്പ് ചെയ്തില്ല, ആ കണ്ടൻറ്റ് ഇവിടെ വന്നു. ഞാനിപ്പോൾ മലയാളം ടെക്സ്റ്റ് എഡിറ്ററിൽ ഇതിങ്ങനെ പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് നിർബന്ധമല്ല മലയാളം ടെക്സ്റ്റ് എഡിറ്ററിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് വാട്സാപ്പിലാണ് പേസ്റ്റ് ചെയ്യുമെങ്കിൽ വാട്സാപ്പിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ ഇത് ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരസ്യം വരികയാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യുക. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരു ഇമേജിൽ നിന്ന് ടെക്സ്റ്റുകൾ എക്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ് കോപ്പി ടെക്സ്റ്റ് ഓൺ സ്ക്രീൻ. എല്ലാവരും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് എവിടെയാണോ ആവശ്യമായിട്ട് വരുന്നത്, ഒരു പത്രവാർത്ത നമുക്ക് പത്രത്തിലുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ പത്രത്തിൽ നിന്നുള്ള ഒരു ന്യൂസ് നമുക്ക് സ്കാൻഡായിട്ട് കിട്ടിയെങ്കിൽ അതിനെ ടെക്സ്റ്റാക്കി മാറ്റാം. എന്നല്ല, നമുക്ക് കിട്ടുന്ന മെസ്സേജുകളിൽ വളരെ റീഡബിൾ ആയിട്ടുള്ള മെസ്സേജുകൾ, വായിക്കാൻ പറ്റുന്ന മെസ്സേജുകളിൽ നിന്നുള്ള ടെക്സ്റ്റുകൾ നമുക്ക് മാത്രമായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളതും യൂസ്ഫുള്ളായിട്ടുള്ള ആപ്പുമാണ് ഇത്. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, അതിനെ ആവശ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്.